ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പിനി. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ വളരെ നോസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന ഒരു തനി നാടൻ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, കപ്പയും മത്തി പൊള്ളിച്ചതും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയണ്ട, നമ്മുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. ഇനി നമ്മളുടെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചക്കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കുരുമുളക് ഇല്ല എങ്കിൽ അല്ലാത്ത കുരുമുളക് എടുത്താലും മതിയാകും. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ പച്ചക്കുരുമുളകാണ് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. അതില്ല എങ്കിൽ നിങ്ങൾക്ക് ഉണക്ക കുരുമുളകായാലും എടുത്താലും മതിയാകും. അപ്പോൾ നമ്മളുടെ ഇഞ്ചിയൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ വേഗം തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത മസാല നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അതെന്തായാലും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയിൽ ഉപ്പൊരു ശകലം കൂടി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ മീൻ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചു വരത്തുള്ളൂ. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് പൊളിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ളൊരു പാത്രം എടുത്ത് വെച്ചാലും മതിയാകും. പാനിലേക്ക് നന്നായിട്ട് വാഴയിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഓരോ മത്തികളായിട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന മത്തിയാണ്. അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പം ഒറ്റ തവണയായിട്ട് തന്നെയാണ് എല്ലാം നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പോകുന്നത്. വളരെ കുറച്ച് മത്തിയെല്ലാം ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ തവണ കൊണ്ട് നമുക്ക് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് 2ആയിട്ട് എടുത്താലും മതിയാകും. ഇതെല്ലാം ഇതിലോട്ട് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അധികമായിട്ട് വരുന്ന ഈ ഒരു മസാല ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതെന്തായാലും ഒഴിച്ചു കൊടുക്കണം, ആ കാര്യം മറക്കരുത്. നമ്മളിപ്പം മത്തിയൊക്കെ നന്നായിട്ട് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു വാഴയില കൊണ്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് വീണ്ടും ഒരു മൂടിയും കൂടി ഉപയോഗിച്ച് അടച്ചു വെക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് സൈഡ്സൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രമാണ് നമ്മളിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പം മൂടിയൊക്കെ വെച്ച് അടച്ചു കൊടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് ക്ലോസ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കപ്പ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. കപ്പയൊക്കെ മുറിച്ച് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കപ്പയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നല്ല രീതിയിൽ ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചധികം ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ നേരം കൊണ്ട് നമ്മളുടെ മത്തി ഒന്ന് തിരിച്ചിടാൻ പോവുകയാണ്. ആ മത്തി ഇങ്ങനെ വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അങ്ങനെ ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്താണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊരു പാത്രം യൂസ് ചെയ്താണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാടങ്ങ് മൊരിയണമെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതെല്ലാം ഒന്ന് വെന്ത് ആ ഒരു വെള്ളമൊക്കെ വരുന്ന സമയത്ത് എടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ അടുത്ത സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ മത്തി. ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ മത്തി ഇപ്പോൾ ഇരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തിയാണ്. ഈ ഇലയിലൊക്കെ പറ്റിയിരിക്കുന്ന മസാല കൂട്ടി നമ്മൾ കപ്പയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മളുടെ മത്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ കപ്പയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ കപ്പയൊക്കെ ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ മത്തി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം. നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട്. അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുരിഞ്ഞ മത്തിയാണിത്. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. ആ പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുമല്ലോ അല്ലേ? തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽ ദെൻ ടേക്ക് കെയർ.